ഗവർണർ എന്തുകൊണ്ടാണ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ തലവനാണ് ഗവർണർ. അപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുരോധമായ സമീപനമാണ് ഗവർണർ സ്വീകരിക്കാറുള്ളത്. എല്ലാ ഗവർണർമാരും അങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കൽ പോലും ഗവൺമെൻറ്റിനെതിരായിട്ടൊരു ഗവർണറും ഒന്നും സമീപിച്ചു. പക്ഷേ ഇവിടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ശ്രീ ബഹുമാന്യ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം ഈ അടുത്ത നാളുകളായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ അങ്ങനൊരു വികാരത്തിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനായിട്ട് അദ്ദേഹം എത്തി. അപ്പോൾ അദ്ദേഹം ആദ്യം വായിച്ചാലും അവസാനം വായിച്ചാലും നിയമസഭയിൽ വായിക്കുന്നതും മൊത്തം അവതരിപ്പിച്ചായിട്ട് കണക്കാക്കണം. പക്ഷേ അതല്ലല്ലോ. ഒരു ഗവൺമെൻറ് നയപ്രഖ്യാപനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ജനങ്ങളറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്. സാധാരണ നിലയിൽ അദ്ദേഹം എടുക്കുന്ന സമയം 2-2.5 മണിക്കൂർ ഒക്കെയാണ്. പക്ഷേ ഇന്നലെ 1 മിനിറ്റ് കൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചു കഴിഞ്ഞ ദിവസം. അപ്പോൾ അത് അദ്ദേഹത്തിനുള്ള അതൃപ്തിയായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. മാത്രമല്ല, അദ്ദേഹം വന്നപ്പോൾ ആരുടെ മുഖത്ത് നോക്കുന്നില്ല. സാധാരണ നില അങ്ങനെ എല്ലാവരെയും മുഖത്ത് തൊഴുതിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത് ഇങ്ങനൊരു സമയം ചെയ്തിരിക്കുന്നത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. മാത്രമല്ല, നിയമസഭ പാസ്സാക്കി നിയമം അത് ഗവർണർ ഒപ്പിട്ടാലേ നിയമമായി മാറും. അങ്ങനെ ഗവർണർക്ക് അയച്ചു കൊടുക്കുന്ന ബില്ല് ഏകദേശം 16ഓളം ബില്ലുകളിപ്പോൾ അത് പാസ്സാക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം നമുക്കറിയാം, തമിഴ്നാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണർ എടുത്ത സമീപനത്തിലെ സുപ്രീം കോടതി വരെ നിലപാട് നമ്മൾ വായിച്ചതാണ്. ഒരിക്കലും ഗവർണർക്ക് അങ്ങനെ പിടിച്ചു വെക്കാനുള്ള അവകാശം ഒന്നീ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തിരിച്ചയച്ചു കൊടുക്കാം. തിരിച്ചയച്ചു കൊടുക്കുന്ന ബില്ല് വീണ്ടും അതുപോലെ തന്നെയാണ് നിയമസഭ പാസ്സാക്കി അയച്ചു കൊടുത്താൽ ഒപ്പിട്ടേ പറ്റൂ. ഇതാണ് നിയമം. ഇത് ഗവർണർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അദ്ദേഹം എത്രയോ പ്രഗത്ഭനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടുള്ളതല്ല. പക്ഷേ അദ്ദേഹത്തിന് വേറെ എന്തോ ഗൂഢലക്ഷ്യമുണ്ടെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാര്യം ജനാധിപത്യ രാജ്യമാണിത്. ഇത് രാജകീയ ഭരണമല്ല. അപ്പോൾ ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമായും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ ഭരിക്കുന്ന നിയമസഭയിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന ബില്ലുകൾ ഒപ്പിട്ട് പാസ്സാക്കണം എന്നുള്ളത് ഭരണഘടന നൽകുന്ന അധികാരമാണ്. അതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ സമീപനത്തിൽ അദ്ദേഹം മാറണം. ഗവൺമെൻറ്റുമായി ലൈസണിൽ പോകണം, സൗഹൃദത്തിൽ പോകണം. ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ അതിന് അനുകൂലമായ നിലപാടെടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും ഗവർണർ അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വേച്ഛാധിപത്യ രാജ്യമല്ലല്ലോ ഇത്, അടിയന്തരാവസ്ഥയല്ലല്ലോ. അപ്പോൾ ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. കരിങ്കൊടി കാണിക്കാം, എന്തെല്ലാം സമരമാർഗങ്ങളുണ്ട്. അതിനെ ആ നിലയ്ക്ക് കണ്ട് പോവുക എന്നതിനപ്പുറത്തേക്ക് തിരിച്ചിറങ്ങി അവിടെ പ്രതിഷേധിക്കുക, സമരക്കാർക്കെതിരെ കൈ ഓങ്ങുക, അവരെ ആക്ഷേപിക്കുക, അവരെ പുലഭം പറയുക, റോഡിൽ കുത്തിയിരിക്കുക, ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു ഗവർണർ പദവി എന്താണ്? ഗവർണർ അങ്ങനെ ആരെങ്കിലും പ്രതിഷേധിച്ച് ഇറങ്ങിയിരിക്കാമോ? അപ്പം അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ഗൂഢലക്ഷ്യം ഉണ്ട്. ഗവർണർക്ക് ഒരിക്കലും രാഷ്ട്രീയം പാടില്ല. അതെ, അങ്ങനെ പറയാൻ പാടില്ല. ഗവർണർക്ക് രാഷ്ട്രീയം പാടില്ല. ഗവർണർ ഗവൺമെൻറ് തലവനല്ലേ. അപ്പോൾ എന്താണ്, ആരെങ്കിലും പ്രതിഷേധിച്ചാൽ അതിന് സ്വാഭാവികമായും നിയമപരമായി കേസെടുക്കാൻ പോലീസ് കേസെടുത്തോട്ടെ. നിയമപരമായി ഗവർണർ കരിങ്കൊടി കാണിച്ചാൽ പോലീസിന് കേസെടുക്കാം, നിയമപരം നടപടി സ്വീകരിക്കാം. പക്ഷേ അതിനപ്പുറത്ത് ഗവർണർ അവിടെ ഇറങ്ങി നിൽക്കുക, ആ പ്രതിഷേധക്കാരടുത്ത് ആക്രമിക്കുകയും ചെല്ലുക, കുത്തിയിരിക്കുക, ഇതൊക്കെ ഏത് രാജ്യത്താണ് ഗവർണർ ജീവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്? ഇതെന്താണ്, സ്വേച്ഛാധിപത്യ രാജ്യമാണോ? അല്ല, ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് ഗവർണറുടെ ആ സമീപനം തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം അത് മനസ്സിലാക്കി ഇനി അത് തിരുത്തി പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.